റെഫ്രിജറേറ്ററിന്റെ വലിപ്പം, പക്ഷേ ഭാരം 1500 കിലോഗ്രാം. പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ആദിത്യ L1 കുറിച്ചാണ്. ചാന്ദ്രയാൻ 3 ശേഷം ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തുന്ന ആദ്യ സൗര പരിവേഷണ പദ്ധതിയെക്കുറിച്ച്. പേടകം ലഗ്രാഞ്ച് പോയിന്റ് 1 പുറത്തെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്നതോടെ ഇന്ത്യൻ ബഹിരാകാശ പരിവേഷണങ്ങളുടെ ഗതി തന്നെ മാറിമറിയും. ആദിത്യ L1 വിജയകരമായാൽ സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV റോക്കറ്റിലാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. വിവിധ ഘട്ടങ്ങളിലൂടെയാണ് പേടകത്തെ ഇന്നെത്തിയിരിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് എത്തിച്ച് പിന്നീട് ആദിത്യ L1 തന്നെയുള്ള പ്രൊപ്പൻഷ്യൽ സംവിധാനം ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് അകലേക്ക് പടിപടിയായി ഉയർത്തുകയായിരുന്നു. വിക്ഷേപിച്ച് 127ാം ദിനമാണ് ആദിത്യ L1 തന്റെ അവസാന ലക്ഷ്യസ്ഥാനമായ ഹാലോ ഭ്രമണപഥത്തിൽ എത്തുന്നത്. അതായത് ജനുവരി 6 വൈകിട്ടോടെയാണ് പേടകം സൂര്യഭൗമ വ്യവസ്ഥയിലെ 5 ലഗ്രാഞ്ച് പോയിന്റുകളിൽ ആദ്യത്തേതിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റ് എന്നറിയപ്പെടുന്ന ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുക. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് പേടകം L1 പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിനു സമീപം എത്തിയിരിക്കുന്നത്. ഏറെ ശ്രമകരമായതും അവസാനത്തേതുമായതിനാൽ വളരെ ശ്രദ്ധാപൂർവമാണ് ഇസ്രോ ഭാരതത്തിന്റെ ആദ്യ സൂര്യ നമസ്കാരത്തിന് തയ്യാറെടുക്കുന്നത്. സാങ്കല്പിക ബിന്ദുവായതിനാൽ കണക്കുകൂട്ടലുകൾക്കാണ് പ്രാധാന്യം. തെറ്റിയാൽ പേടകം കൈവിട്ടു പോകും. ഒരിക്കൽ പിഴച്ചാൽ പലതവണ ത്രസ്റ്ററുകൾ ചലിപ്പിച്ച് പേടകത്തെ നിർദ്ദിഷ്ട സ്ഥാനത്ത് എത്തിക്കണം. അത് ഏറെ ശ്രമകരമാണ്. ഇതിനിടെ കരുതൽ ഇന്ധനം തീർന്നാലും പ്രതിസന്ധി ഉണ്ടാകും. നിർദ്ദിഷ്ട ബിന്ദുവിലെത്തിയാൽ പേടകം അവിടെ ദീർഘവൃത്ത ഹാലോ ഭ്രമണപഥം തീർക്കും. പിന്നീട് ഇന്ധനം വേണ്ട. സൂര്യന് നേരെ സദാസമയവും നിൽക്കുമെന്നതിനാൽ ഉപകരണം പ്രവർത്തിക്കാൻ സോളാർ എനർജി മതിയാകും. 5 വർഷത്തിലേറെ കാലം ആദിത്യ L1 പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 370 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. ഒരു റെഫ്രിജറേറ്ററിന്റെ അത്ര ചെറുതാണെങ്കിലും ആദിത്യ L1 വളരെ ഭാരമേറിയതാണ്. ഏകദേശം 1500 കിലോഗ്രാം ഉണ്ട് ആദിത്യയ്ക്ക്. കഠിനമായ ബഹിരാകാശ പരിതസ്ഥിതിയെ അതിജീവിക്കാൻ പ്രത്യേക സാമഗ്രികൾ ഉപയോഗിച്ചാണ് നിർമ്മാണം അത്രയും. പ്രത്യേക സോളാർ പാനലുകളുടെയും ബാറ്ററികളുടെയും സഹായത്തോടെയാണ് ആദിത്യ L1 പ്രവർത്തിക്കുന്നത്. സൂര്യന്റെ വളരെ വിശദമായ ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്ന നൂതന ക്യാമറകളും ഇതിലുണ്ട്. ഭൂമിക്കും സൂര്യനും ഇടയിൽ നിലയുറപ്പിച്ച് തടസ്സമില്ലാതെ സൗര നിരീക്ഷണം നടത്താൻ 1ാം ലഗ്രാഞ്ച് പോയിന്റിൽ സ്ഥാപിക്കുന്ന പേടകങ്ങൾക്കാകും. അതുകൊണ്ടാണ് ISRO L1 പോയിന്റ് തിരഞ്ഞെടുത്തതും ദൗത്യത്തിന്റെ പേരിനൊപ്പം L1 ചേർക്കാൻ കാരണമായതും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 7 പേലോഡുകളാണ് ഉപഗ്രഹത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൽ 4 ഉപകരണങ്ങൾ സൂര്യനെക്കുറിച്ചും 3 ഉപകരണങ്ങൾ ലഗ്രാഞ്ച് 1ന്റെ പ്രത്യേകതകളെക്കുറിച്ചും പഠിക്കും. സൂര്യനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ തത്സമയം നിരീക്ഷിക്കാനും ആ മാറ്റങ്ങൾ എങ്ങനെ ബഹിരാകാശത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുവെന്നാണ് ആദിത്യ L1ന്റെ പ്രാഥമിക ലക്ഷ്യം. ഒപ്പം സൂര്യന്റെ കേന്ദ്രമായ ഫോട്ടോസ്ഫിയറിൽ നിന്ന് അകലും തോറും താപനില കൂടുന്നതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചും ആദിത്യ L1 വിവരശേഖരണം നടത്തും. സൂര്യന്റെ ഭാഗങ്ങളായ കൊറോണ, ക്രോമോസ്ഫിയർ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും ദൗത്യത്തിൽ സംവിധാനങ്ങളുണ്ട്. കൂടാതെ സൂര്യനിൽ നിന്നുണ്ടാകുന്ന സൗരക്കാറ്റ്, കാന്തിക മണ്ഡലം എന്നിവയെക്കുറിച്ചും ആദിത്യ L1 നിർണായക വിവരങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.